ഡി കെ, ഇനി എന്തിന് കേക്കും ആഘോഷങ്ങളും ഒക്കെ? ഇനി ഇതിന്റെ ഒരാവശ്യവും ഇല്ല. എന്താ പറഞ്ഞത്? സുപ്രിയയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. പക്ഷേ ഡി കെ ഇപ്പൊ കാണിക്കുന്ന ഈ അഭിനയം അത് തെറ്റാണ്. അതിന്റെ ആവശ്യമില്ല ഡി കെ. സ്റ്റോപ്പ് മായ, നീ എന്തൊക്കെയാ പറയുന്നത്? രണ്ടാം വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഡി കെ സുപ്രിയന്റെയും മറന്നു പോകുമെന്ന് ഞാൻ കരുതിയില്ല. വാട്ട്? ഞാൻ സുപ്രിയ മറന്നോ? നീ ഭ്രാന്ത് പറയരുത്. മറന്നിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സുപ്രിയാന്റിയുടെ ചിത്രത്തിന് പകരം ദേ ഇവളുടെ ഫോട്ടോ വന്നത്? സുപ്രിയയ്ക്ക് പകരം ഇവളുടെ ഫോട്ടോയോ? ദേ ആ ലോക്കറ്റിലേക്ക് നോക്കി. എടി ബേക്കറിക്കാരി, നീയല്ലേ ഇത് മാറ്റിയത്? ഞാനോ? നേരത്തെ എന്നെ മുറി കയറി ആരും കാണാതെ ഈ പെൻഡന്റ് എടുത്തത് ഇതിനായിരുന്നല്ലേ? പറയടി. ഈ ലോക്കറ്റിൽ എന്റെ സുപ്രിയയുടെ ചിത്രത്തിന് പകരം നിന്റെ ഈ വൃത്തികെട്ട ഫോട്ടോ വെക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ബേട്ടാ, what you ball? ദേ, അമ്മ മിണ്ടരുത്. ഇവളെ ഇത് മാറ്റിയത് എനിക്ക് ഉറപ്പാ. അതെ, ചെയ്യാത്ത കുറ്റം എന്റെ തലയിൽ കെട്ടിവെച്ചേരാൻ നോക്കണ്ട. ഞാനല്ലേ ഇത് മാറ്റിയത്. കള്ളത്തരം കാണിച്ചിട്ട് പിന്നെ നിന്ന് വേഷം കിട്ടുന്നു. ഭാര്യയുടെ അധികാരം സ്ഥാപിക്കാൻ ഈ ലോക്കറ്റിൽ നിന്ന് സുപ്രിയയുടെ ചിത്രം നീ എടുത്ത് മാറ്റി. അയ്യോ ഹിറ്റ്ലറെ, സത്യമായിട്ടും എനിക്കറിയില്ല. ഞാനല്ല ഫോട്ടോ മാറ്റിയത്. Shut up you. ദേവാ, നീ എന്ത് വിചാരിച്ചു? ഈ ലോക്കറ്റിൽ ഫോട്ടോ മാറ്റി വെച്ചാൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അതോ സുപ്രിയയുടെ സ്ഥാനം ഞാൻ നിനക്ക് തരുമെന്നോ? ഒളിഞ്ഞും മറഞ്ഞും ഒരു ഭാര്യയുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള നിന്റെ കുതന്ത്രങ്ങൾ ദേ എന്നോട് കാണിക്കരുത്. എന്റെ സുപ്രിയയുടെ ഓർമ്മകൾ ഇല്ലാതാക്കാൻ നീ ആരാ? എന്റെ പൊന്ന് ഹിറ്റ്ലറെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അമ്മ ഇത് എടുത്തോണ്ട് വരാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ മുറിയിൽ വന്നു, ഇതൊന്ന് എടുത്ത് നോക്കി. അല്ലാതെ ഇത് നിങ്ങളുടെ ആദ്യ ഭാര്യയുടെ സ്മാരകമാണെന്നോ ഇതിനകത്ത് അവരുടെ ഫോട്ടോ ഉണ്ടെന്നോ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ ഫോട്ടോ എടുത്ത് മാറ്റിയിട്ടില്ല. ഇല്ല ഇല്ല. പിന്നാര്? ആ നീ ഈ പെൻഡന്റ് എടുക്കുന്നത് ഞാൻ കണ്ടതല്ലേ? ഹൗ ഡെയർ യു! അഭിനയിക്കാൻ മിടിക്കുക നീ. പക്ഷേ
നിന്റെ ആട്ടം എന്റെ മുന്നിൽ വേണ്ട. നീ എത്ര ആടിയാലും എന്റെ സുപ്രിയയുടെ സ്ഥാനം നിനക്ക് കിട്ടില്ല. ഈ ജന്മത്ത് നിനക്ക് എന്റെ സുപ്രിയാവാൻ കഴിയില്ല. നിനക്കെന്നല്ല, ആർക്കും. ഇനി ഒരു തവണ കൂടി എന്റെയും സുപ്രിയയുടെ ഇടയിലേക്ക് നീ കേറി വന്ന തീർക്കും നിന്നെ ഞാൻ. എന്ത് അസംബന്ധം നിങ്ങൾ കാണിച്ചത്? ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പെരുമാറുന്നത് പോലെ ബിഹേവ് ചെയ്യാൻ നാണമില്ലേ നിങ്ങൾക്ക്? ഇന്നത്തെ ദിവസം DKയെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ? എന്റെ ചെവി നോന്നു. ഇത് എന്റെ ഐഡിയ അല്ല, താരേച്ചിയുടെ മാത്രം ഐഡിയ. കാല് മാറുന്നോടി കഴുത. എന്തായാലും DKയുടെ ഒരു ദിവസം നശിപ്പിച്ചു കൊടുത്തപ്പോ നിനക്കൊക്കെ സമാധാനമായോ? അങ്ങനെ ഇപ്പൊ ഞങ്ങള് മാത്രം കുറ്റം പറയണ്ട. മായച്ചയ്ക്കും ജ്യോതിയോട് ദേഷ്യമില്ലേ? അവസരം കിട്ടിയാ അവളെ എവിടുന്ന് ഇറക്കി വിടണമെന്ന് ആഗ്രഹമില്ലേ? അതൊക്കെ ഉണ്ട്. പക്ഷേ അത് ജ്യോതിയോട് മാത്രമാ. അല്ലാതെ DKയോടോ സുപ്രിയാന്റിയോടോ എനിക്ക് ഒരു വിരോധവും ഇല്ല. ജ്യോതിയോടുള്ള വിരോധം തീർക്കുന്നത് ഒരിക്കലും DKയുടെ ഓർമ്മകളെ വേദനിപ്പിച്ചുകൊണ്ടാവരുത്. ഇതിപ്പോ നിങ്ങൾ എന്താ ചെയ്തത്? DKയുടെ മനസ്സ് നോവിച്ചു. ആ ഫോട്ടോ മാറ്റിവെച്ചത് ഇത്ര വലിയ കുറ്റാവുന്നു ഞങ്ങൾ ഓർത്തില്ല. സുപ്രിയാന്റി ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ DK നിധി പോലെയാ ഇന്നും സൂക്ഷിക്കുന്നത്. അതിന്മേൽ കയറി തോന്നിയാസം കാണിക്കാൻ നിന്നോടൊക്കെ ആരാ പറഞ്ഞത്? മായച്ചി, ഇതുവരെ ജ്യോതിയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിക്കാൻ ഞങ്ങളെക്കാൾ ആവേശത്തിൽ നിന്നിട്ടുള്ള ആളാ മായച്ചി. എന്നിട്ടിപ്പോ ഞങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നതില് എന്തെങ്കിലും ന്യായമുണ്ടോ? അതെ, അത് തന്നെയാ ഇപ്പോഴും എന്റെ ആഗ്രഹം. അവളെ ഇവിടുന്ന് പുറത്താക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരായുധവും DKയെ നോവിക്കരുത്. ഈ കുടുംബത്തിനോ ഇവിടെയുള്ള ആളുകൾക്കോ കളങ്കം വരുത്തിയിട്ടല്ല അവളെ ഓടിക്കേണ്ടത്. അത് അവളുടെ മാത്രം കുറ്റം കൊണ്ടായിരിക്കണം. ഇനി മേലിൽ എന്നോട് ആലോചിക്കാതെ ഇതുപോലെ എന്തെങ്കിലും പദ്ധതി നടപ്പാക്കാൻ നോക്കിയ രണ്ടിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും. ഞാൻ ആകെ പേടിച്ചുപോയി. എന്തായാലും ഇനി ഇതുപോലത്തെ ഐഡിയ വേണ്ട. എന്റെ ഐഡിയക്ക് എന്താടി കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആ ബേക്കറിക്കാരിക്ക് DKയുടെ കയ്യിന്ന് ഇത്രയും വഴക്ക് കിട്ടിയ അതുകൊണ്ടല്ലേ? സത്യം പറഞ്ഞ അതിന് മായച്ച് നമ്മളെ അഭിനന്ദിക്കുക ചെയ്യണ്ടേ? ആഹാ, അപ്പോ ഇനി ഇതുപോലെ പുതിയ ഐഡിയയും കൊണ്ട് വരാനാണോ ഉദ്ദേശം? അത് തന്നെ എന്റെ ഉദ്ദേശം. മായച്ചിയുടെ വഴക്ക് മാറ്റിവെച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നത്തെ DKയുടെ ലോട്ടറി അടിച്ചത് ആർക്കാ? ആ ജ്യോതിക്ക്. ബേക്കറിക്കാരി, നീയല്ലേ ഇത് മാറ്റിയത്? ഈ ലോക്കറ്റിൽ ഫോട്ടോ മാറ്റി വെച്ചാൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല, ആലോചിച്ചു നോക്കുമ്പോ കാര്യമൊക്കെ ശരിയാ. എന്നാലും ഒരെന്നാലും ഇല്ല. ആ ബേക്കറിക്കാരി ഇവിടുന്ന് ഓടിക്കാൻ ഇതുപോലുള്ള ഐഡിയകൾ കിട്ടിയ അത് ഞാൻ പ്രയോഗിക്കും. അത് 3 തരം. എന്റെ ഈശ്വര, ഇനി എന്തൊക്കെ പുകിലാണോ ഉണ്ടാകാൻ പോകുന്നത്?
ഇപ്പൊ നിനക്ക് സമാധാനം കിട്ടിയോ? ആ ബേക്കറിക്കാരി ഇവിടുന്ന് ഇറങ്ങി പോകുന്നതുവരെ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ജന്മം നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അവൾ ആവശ്യപ്പെട്ട 1 കോടി രൂപ കൊടുത്ത് അവളെ അങ്ങ് ഒഴിവാക്ക്. അപ്പൊ നിനക്ക് ഇഷ്ടം പോലെ സമാധാനം കിട്ടും. നോ ടെൻഷൻ, ഫുൾ ടൈം മനസ്സമാധാനം. ബോൾ ബേട്ടാ ബോൾ. അത് നടക്കില്ലമ്മേ. അവളുടെ വാശിക്ക് മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കില്ല. അപ്പോ അവള് തോറ്റു തരൂ? നെവർ. ഷീ ഡോണ്ട് ഫെയിൽ. അവൾ ഒരിക്കലും തോറ്റു തരില്ല. എന്റെ ഭാഗത്താണോ തെറ്റ്, അവളുടെ ഭാഗത്താണോ തെറ്റെന്ന് ആദ്യം തീരുമാനമാവട്ടെ. സ്വയം തെറ്റ് സമ്മതിച്ച് അവള് തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. ഒരു നയാ പൈസ ഞാൻ കൊടുക്കില്ല. അപ്പൊ പിന്നെ നീ അവളെ സഹിച്ചേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ അവള് പറഞ്ഞത് ഓർത്ത് നീ ടെൻഷൻ അടിക്കുന്ന എന്തിനാ? പണം കൊടുത്താലേ അവൾ അങ്ങോട്ട് പോകും. അതോടെ എല്ലാ പ്രശ്നം തീരുകയും ചെയ്യും. അവൾ ഇവിടുന്ന് പോയാലും പോയില്ലെങ്കിലും കാൽ കാശ് ഞാൻ കൊടുക്കില്ല. പണം കൊടുത്താ ഞാൻ തെറ്റുകാരനാണെന്നല്ലേ അതിനർത്ഥം? ഒരു തെറ്റ് ചെയ്തിട്ട് അത് മറച്ചു വെക്കുന്ന ആളാണ് DK എന്ന് ആരും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്റെ മരുമക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും മൂത്ത് നോക്കണം. മറിച്ച് സംഭവിച്ചാൽ അവർക്ക് എന്നോടുള്ള എല്ലാ ബഹുമാനവും അതോടെ ഇല്ലാതാവും. അതുകൊണ്ട് സ്വന്തം തെറ്റ് മനസ്സിലാവും വരെ അവളെ സഹിക്കാനേ പറ്റൂ. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. പിന്നെ ചില ബന്ധങ്ങൾ അങ്ങനെയാ. ഭാര്യയും ഭർത്താവും പരസ്പരം അടികൂടും. അത് കണ്ട അടുത്ത നിമിഷം അവർ ഡൈവേഴ്സ് ചെയ്ത് 2 വഴിക്കങ്ങ് പോകുമെന്ന് തോന്നും. പക്ഷേ അവര് തമ്മിലെ ഒരിക്കലും വേർപിരിയില്ല. അവർക്കിടയിൽ മറ്റാർക്കും കാണാൻ സാധിക്കാത്ത ഒരാത്മബന്ധമുണ്ട്. അതുപോലെ ജ്യോതിക്കും നിനക്കും ഇടയിൽ നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ എന്തോ ഉണ്ട്. തീർച്ച. അതുകൊണ്ടാണ് തിരിച്ചു വന്നപ്പോ നീ അവളെ വീണ്ടും സ്വീകരിച്ചത്. പണം കൊടുത്താൽ അവൾ പോയാലോ എന്ന് നീ ഭയക്കുന്നു. തെറ്റ് നിന്റെ കയ്യിലാണെങ്കിൽ പോലും നീ ഓക്കെ പണം കൊടുക്കില്ല. യു ഹാവ് എ ഡീപ് റിലേഷൻ വിത്ത് ജ്യോതി. അമ്മ വെറുതെ അനാവശ്യ കാര്യം പറയരുത്. എനിക്ക് അവളോട് ഒരു സോഫ്റ്റ് കോർണറും ഇല്ല, യാതൊരു വിധത്തിലുള്ള ഫീലിങ്സും ഇല്ല. അവള് പോയാലും നിന്നാലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നീ ജ്യോതിയുമായി സന്തോഷത്തോടെ ജീവിക്കണമെന്നാ സുപ്രിയ ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് സുപ്രിയക്ക് നന്നായിട്ടറിയാം. സുപ്രിയ എന്റെ മനസ്സിലുള്ളിടത്തോളം മറ്റാർക്കും എന്റെ മനസ്സിലിടവില്ല. അതാ ബേക്കറിക്കാരിക്ക് നല്ലതുപോലെ അറിയാം. എന്നിട്ടും അവൾ ആ ലോക്കറ്റിൽ നിന്ന് സുപ്രിയയുടെ ഫോട്ടോ മാറ്റി പകരം അവളുടെ ഫോട്ടോ വെച്ചു. ലോക്കറ്റിൽ നിന്ന് ഫോട്ടോ മാറ്റിയാ എന്റെ മനസ്സിൽ നിന്ന് സുപ്രിയ പോവോ? യു ടോക്ക് ഫോർ 2 photos. ഐ ടോക്ക് 2 ലൈഫ്. എന്താ നീ ജീവനില്ലാത്ത 2 ഫോട്ടോയെ പറ്റി സംസാരിക്കുന്നു. എന്നാലേ അമ്മയ്ക്ക് പറയാനുള്ളതേ നിന്റെയും ജ്യോതിയുടെയും ജീവിതത്തെ പറ്റിയാ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ആ ബേക്കറിക്കാരിക്ക് എന്റെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല, എന്റെ മരണം വരെ. നിങ്ങൾ എന്തായി തിരയുന്നേ? ഞാന് ഒരു ഫയല് തപ്പുക. എന്ത് ഫയല്? ആ ലോണിന്റെ പേപ്പേഴ്സ് വെച്ചിരുന്ന ഫയലേ. ഈ വീടിന്റെ ഒരു സ്കെച്ചും പ്ലാനും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. ഈ പാതിരാത്രി എന്തിനാ സ്കെച്ചും പ്ലാനും? പറ മനുഷ്യ, ഇപ്പൊ എന്തിനാ അതൊക്കെ തിരയുന്നേ? വേണം, വരുന്നവർക്ക് അതൊക്കെ കാണണമല്ലോ. അവര് ചോദിച്ചില്ലെങ്കിലും
നമ്മൾ കാര്യങ്ങളൊക്കെ അവരോട് പറയണ്ടേ? ലോണുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ആരോട് പറഞ്ഞ കാര്യോ നിങ്ങളീ പറയുന്നേ? ഈ വീട് വാങ്ങാൻ വരുന്നവരോട്. ഒരു ജർമ്മൻ പാർട്ടിയാ, അവരുടെ മകൾക്ക് വേണ്ടിയാ ഈ വീട്. അപ്പൊ നിങ്ങൾ ഈ വീട് വിൽക്കാൻ തന്നെ തീരുമാനിച്ചോ? പിന്നല്ലാതെ ലോൺ അടയ്ക്കണ്ടേ? വേറെ വഴിയില്ല. നീ വിഷമിക്കണ്ട, ബാങ്കിലെ ബാധ്യത കഴിഞ്ഞ് കുറച്ച് രൂപ മിച്ചമുണ്ടാവും. നമുക്ക് വേറൊരു ചെറിയ വീട് വാങ്ങിക്കാം. അത് മതി. ഇനി കടം കൊള്ളാൻ വയ്യ. എന്റെ ഈശ്വര, നീ വിഷമിക്കണ്ട ആശാലതേ, ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, ഇടത്തരക്കാരായ എല്ലാവരുടെയും പ്രശ്നമാണ്. കടം വാങ്ങിച്ചതും ലോൺ എടുത്തതും എല്ലാം കൂടെ ചേർത്ത് ഒരു വലിയ വീടങ്ങ് വയ്ക്കും. വലിയ വീട് വയ്ക്കുന്ന അന്തസ്സെന്നാ എല്ലാവരുടെയും ധാരണ. ഒടുവിൽ ഇതുപോലെ ബാങ്കുകാര് ജപ്തിക്ക് വരുമ്പോഴാ പണി പാളിയെന്ന് മനസ്സിലാവുന്നത്. നീ വിഷമിക്കണ്ട, ഇത് വിറ്റാ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. സമ്മതിക്കില്ല. ഈ വീട് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എത്ര ആഗ്രഹിച്ചു വെച്ച വീടാ. ഇത് വിൽക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല സുധേട്ട. എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടാണോ? ഈ വീടിന്റെ ഓരോ കല്ലും നമ്മുടെ വിയർപ്പാ. ഒരുപാട് സ്വപ്നങ്ങൾ കൂട്ടിവെച്ചുണ്ടാക്കിയതാ. നിനക്കിത് വിൽക്കുന്ന കാര്യം ആലോചിക്കാനേ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാം കൈവിട്ടു പോയി. ഒന്നും കൈവിട്ടു പോയിട്ടില്ല. ഇത് വിൽക്കാതിരിക്കാൻ ജ്യോതി വിചാരിച്ച കഴിയും. ഞാൻ അമരാവതി വരെ ഒന്ന് പോവാം. അവളോട് കാര്യങ്ങൾ പറയാം. അന്യരൊന്നുമല്ലല്ലോ. അത് വേണ്ട, ഞാൻ തന്നെ പോവാം. വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര ദിവസങ്ങളിലേ ആയിട്ടുള്ളൂ. ഒരു സഹായം ചോദിക്കാനുള്ള ബന്ധം നമുക്കും അവർക്കും ഇടയിലില്ല. പക്ഷെ ഒരു കാര്യം, നാളെ അവര് വന്ന് കാണും, വില പറയും. അതിനുശേഷമേ ഞാൻ അമരാവതിയിലേക്ക് പോകൂ. മതി, അത് മതി. ആ, വീട് നോക്കാൻ വരുന്നവരെ എങ്ങനെ ഓടിക്കണമെന്ന് എനിക്കറിയാം.